അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടിയ വോൾട്ടേജ് എന്നെങ്കിൽ ഇവിടെ 3.3 വോൾട്ടേജ് നമുക്കിവിടെ ചെക്ക് ചെയ്ത് കിട്ടി. അഥവാ ഇതിന്റെ ഡ്രെയിനിൽ 3.3 വോൾട്ടേജ് കിട്ടി. ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ 1.3 വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടിയത്. 3.9. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഒരു ഡെൽ 3521 മദർ ബോർഡ് ആണ്. അപ്പൊ ഇതിന്റെ മോഡൽ നമ്പർ വരുന്നത് LA9104P ആണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ കംപ്ലൈൻസ് എന്താണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് DC ഞാൻ കൊടുത്തു. ഇതിൽ DC കൊടുക്കുന്ന സമയത്ത് ഇവിടെ 90 മില്ലി ആംപിയറുടെ ഓട്ടോമാറ്റിക് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന ബോർഡ് നോക്കുന്ന സമയത്ത് LED ഇവിടെ പ്രസന്റ് ആണ് കിടക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം 1 by 1 ആയിട്ട്. ഞാൻ ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഇവിടെ പവർ ബട്ടൺ പ്രസ് ചെയ്തു. പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം നോട്ട് വർക്കിംഗ് ആണ്. ഇവിടെ LED ഒക്കെ ഡബിൾ ഇൻഡിക്കേഷൻ ഒക്കെ വന്നിണ്, പക്ഷെ ഡിസ്പ്ലേ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 വോൾട്ടേജ് വരുന്നുണ്ട്, 3.3 വരുന്നുണ്ട്. ഇവിടെ ഈ സ്വിച്ചിങ്ങിൽ മോസ്ഫെറ്റിന്റെ അവിടെ 3.3 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ QZ3 എന്നൊരു മോസ്ഫെറ്റ് ഉണ്ട്. ഈ QZ3ന്റെ മോസ്ഫെറ്റിന്റെ ഇന്നിൽ എങ്ങനെ വെച്ചാൽ 3.3 വോൾട്ടേജ് മൾട്ടിമീറ്ററിൽ കാണിക്കുന്നുണ്ട്. പക്കയാണ്, മൾട്ടിമീറ്ററിൽ ഓക്കെയാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞെങ്കിൽ 3.3 വോൾട്ടേജിന്റെ ഔട്ട്പുട്ട് ആണ്, പക്ഷെ അതിൽ 1.3 വോൾട്ടേജ് ആണ് വരുന്നത്. അപ്പൊ ഈ 1.3 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലേക്കുള്ള ഈ സ്വിച്ചിങ് മോസ്ഫെറ്റിന്റെ ഇതിന്റെ ഫുള്ളായിട്ടുള്ള സ്വിച്ചിങ് വോൾട്ടേജ് അപ്പുറത്തേക്ക് കടക്കുന്നില്ല എന്നുള്ളത്. നമുക്ക് പോണ സമയത്ത് നമുക്ക് സ്കീമാറ്റിക് പോണ സമയത്ത് ഇതാണ് ഇതിന്റെ മോസ്ഫെറ്റ് വരുന്നത്. ഈ മോസ്ഫെറ്റിൽ എന്താ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ വർക്കിംഗ് എന്നുണ്ടെങ്കിൽ ഇവിടെ 3.3 എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ആൾവേസ് 3.3 കാണിക്കുന്നുണ്ട്. ഇവിടെ പ്ലസ് PCH എന്നാണ് പിന്നെ കാണിക്കുന്നത്. അഥവാ ഈ സപ്ലൈ നേരെ എന്ത് ചെയ്യണം, ഇതിലൂടെ ഇറങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് എത്തണം. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടിയ വോൾട്ടേജ് എന്നെങ്കിൽ ഇവിടെ 3.3 വോൾട്ടേജ് നമുക്കിവിടെ ചെക്ക് ചെയ്ത് കിട്ടി. അഥവാ ഇതിന്റെ ഡ്രെയിനിൽ 3.3 വോൾട്ടേജ് കിട്ടി. ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുണ്ടെങ്കിൽ 1.3 വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടിയത്. 3.9 വോൾട്ടേജാണ് കിട്ടിയത്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള 19 വോൾട്ടേജ് പ്രോപ്പറായിട്ട് വരുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മോസ്ഫെറ്റ് പ്രോപ്പറായിട്ട് സ്വിച്ച് ആവാനുള്ള റീസൺ. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു റീസൺ എന്നാണെങ്കിൽ ഈ മോസ്ഫെറ്റ് എന്ത് ചെയ്യും, ഡ്രോപ്പ് ആയിട്ട് ഇതിന്റെ വോൾട്ടേജ് ഡൗൺ ആയിട്ട് ഗേറ്റിലേക്ക് നേരെ ഡ്രോപ്പ് ആയിട്ട് ഷോർട്ട് ലീക്കേജ് വരിക. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോസ്ഫെറ്റ് ഈ താഴത്ത് കിടക്കുന്ന QN4 എന്ന് പറഞ്ഞ QZ4 എന്നൊരു മോസ്ഫെറ്റ് സ്വിച്ചിങ് പ്രോപ്പർ ആവാതെ വർക്ക് ആതിരിക്കുക. അഥവാ ഇതിൽ വരുന്ന വോൾട്ടേജ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ PCH പവർ എനേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് 0 ആയിരിക്കും. 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ഈ മോസ്ഫെറ്റ് പ്രോപ്പർ വർക്ക് ആവില്ല. വർക്ക് ആയിട്ടില്ല എന്നെങ്കിൽ എന്താ 19 വോൾട്ടേജ് നേരെ കടന്നു പോകും. അതല്ലാത്തൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ PCH 5 വോൾട്ടേജിന്റെ പ്രസന്റ് ഫുൾ ടൈം വന്ന് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ 100% ഇതെന്ത് ചെയ്യും, ഇവിടെ ഗ്രൗണ്ട് കയറി വരും. ഗ്രൗണ്ട് കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ മൈനസ് വോൾട്ടേജ് വരിക. മൈനസ് വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് N ചാനൽ മോസ്ഫെറ്റ് ആണ്. N ചാനൽ മോസ്ഫെറ്റ് ആയതുകൊണ്ട് സ്വിച്ച് ആവില്ല. അപ്പൊ ഈ വോൾട്ടേജ് വരാതിരിക്കണം. അപ്പൊ നമുക്കിവിടെ കണ്ട കണ്ടീഷനിൽ 1.3 വോൾട്ടേജ് വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിമീറ്റർ എടുത്തിട്ട് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ചെക്ക് ചെയ്യാം. ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യണം. ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടുത്തെ ഗേറ്റ് വോൾട്ടേജ് ആണ് കൺട്രോളിങ്. ഈ കൺട്രോളിങ് എങ്ങനെ നടക്കുന്നുള്ള കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇത് പവർ കൊടുത്തു. പവർ കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ 3.3 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇവിടെ 1.3 വോൾട്ടേജ് മീൻസ് ഇവിടെ വോൾട്ടേജ് ഇല്ല അല്ലേ. ഇവിടുത്തെ ഗേറ്റിന്റെ വോൾട്ടേജും കാണിക്കുന്നില്ല. ഇവിടെ വോൾട്ടേജ് ഇല്ല. ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാണ്. പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് എത്ര നോക്കാം. പ്രസ് ചെയ്തപ്പോൾ 1.4 അഥവാ നേരത്തെ ഞാൻ പറഞ്ഞ 1.3 സംതിങ്ങിന്റെ കൂടുതലാണ് കാണിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഗേറ്റ് ഓപ്പറേഷൻ എടുക്കുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് 3.4 ആണ്. അപ്പൊ ഈ 3.4 എവിടെ പിന്നെ ഉള്ളത് എന്ന് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞെങ്കിൽ 3.4 വോൾട്ടേജ് ഈ ഒരു ഭാഗത്താണ് 3.4 വോൾട്ടേജ് ഉള്ളത്. അഥവാ സോഴ്സിലാണ് ഉള്ളത്. ഈ സോഴ്സിലെ വോൾട്ടേജ് ആണ് നേരെ ഗേറ്റിലേക്ക് ലീക്കേജ് ആയി വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ ഒന്നുകൂടി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വരേണ്ട 19 വോൾട്ടിനെക്കാട്ടി സ്പീഡ് കൂടുതലാണ് ആർക്ക്, ഈ ആംബിയർ കൂടിയ ആൾക്ക്. ഇവിടെ ആംബിയർ കൂടെ 3.3 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി സ്കീമാറ്റിക് പോയിട്ടുണ്ടെങ്കിൽ, അപ്പൊ സ്കീമാറ്റിക്കിൽ പോകുന്ന സമയത്ത് നമുക്കിവിടെ 19 വോൾട്ടേജാ വരിക. ഈ 19 വോൾട്ടേജ് ഇവിടെ സ്പീഡ് എന്ന് പറയാൻ കാരണം ഇവിടെ 470 Kന്റെ റെസിസ്റ്റർ ഇവിടെ എടുക്കുന്നുണ്ട്. ആ റെസിസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഈ നേരെ സപ്ലൈ നേരെ കയറി ലൈനിലേക്ക് വോൾട്ടേജ് കയറി വരുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ കൂടി നേരെ എന്ത് ചെയ്ത് ഈ ഗേറ്റിലേക്ക് ലീക്കേജ് വോൾട്ടേജ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. അപ്പൊ ഇവിടെ എന്ത് വോൾട്ടേജാ വന്നത്, നമ്മളിവിടെ ചെക്ക് ചെയ്തപ്പോൾ 3.42 വോൾട്ടേജ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഈ വോൾട്ടേജ് ഇവിടുത്തെ ഇതിങ്ങോട്ട് കടക്കാതിരിക്കാൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിനെ അപേക്ഷിച്ച് 3.3 വോൾട്ടേജ് സ്പീഡ് കൂടിയത് ആംബിയർ കൂടുതലുള്ള വോൾട്ടേജ് ആയതുകൊണ്ട് ഇവിടെ ഈ റെസിസ്റ്റർ തടസ്സപ്പെടുത്തിയിട്ട് ഇവിടെ ബ്രേക്ക് ആക്കി വെച്ച് ഈ 19 വോൾട്ടേജിനെ ഇവിടെ ബ്രേക്ക് ആക്കി നിർത്തി ഇവിടെ 3.3 വോൾട്ടേജ് ഇവിടെ വന്ന് പ്രസന്റ് ആയി നിൽക്കുന്നുണ്ട്. ഈ 3.3 വോൾട്ടേജ് ഗേറ്റിൽ പ്രസന്റ് ആകുന്നിടത്തോളം സമയം ഇവിടെ എന്തായത് എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. ഇതിന്റെ പോസിറ്റീവ് വോൾട്ടേജ് ആണ് ഗേറ്റിൽ വരേണ്ടത്. ഈ മോസ്ഫെറ്റ് പ്രോപ്പർ സ്വിച്ച് ആവില്ല. അതുകൊണ്ടാണ് 1.4 വോൾട്ടേജ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ 1.4 വോൾട്ടേജ് PCHനാണ് കിട്ടേണ്ടത്. PCHക്ക് 3.3 കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ PCHന്റെ ഒരു വർക്കിങ്ങും പ്രോപ്പറായിട്ട് മൂപ്പര് നടത്തൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ ഡിസ്പ്ലേ വരാത്തത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഈ സാധനം ഈ കമ്പോണൻസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് നോക്കാം. റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഗേറ്റ് വോൾട്ടേജ് നമുക്ക് പ്രോപ്പറായി ചെക്ക് ചെയ്യാം. ഈ കമ്പോണൻസ് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്തിച്ചാണ്. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ വോൾട്ടേജ് കൊടുക്കാം. ഞാൻ അഡാപ്റ്റർ ഇവിടെ കൊടുത്തു. അഡാപ്റ്റർ കൊടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ സാധാരണ നോർമൽ നമ്മൾ 3.3 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. സിസ്റ്റം ഞാൻ ഓൺ ചെയ്യാൻ പോണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ വോൾട്ടേജ് ഉണ്ടാവില്ല. അതിന്റെ ഗേറ്റ് വോൾട്ടേജ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 10 വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മോസ്ഫെറ്റ് ഇട്ടപ്പോൾ എത്ര വോൾട്ടേജ് വന്നിരുന്നത്? 3.3 വന്നിരുന്നത്. മോസ്ഫെറ്റ് റിമൂവ് ചെയ്തപ്പോൾ ഇവിടെ 10 വോൾട്ടേജ് വരുന്നുണ്ട് ഗേറ്റിൽ. അപ്പൊ നമുക്ക് ഈ കമ്പോണൻസ് ആണ് കംപ്ലൈന്റ്. ഈ മോസ്ഫെറ്റ് ആണ് ഇതിന്റെ കംപ്ലൈന്റ് കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേറെ മോസ്ഫെറ്റ് എടുത്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പൊ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആണെന്നുള്ളത് നോക്കാം. ഓക്കെ, മോസ്ഫെറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേറെ പുതിയ മോസ്ഫെറ്റ് നമ്മൾ ഇടാൻ പോകുന്നത്. ഈ മോസ്ഫെറ്റ് നമുക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ ചെക്കിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, മോസ്ഫെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മോസ്ഫെറ്റ് നമ്മൾ റീപ്ലേസ് ആ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് DC ഞാൻ കൊടുത്തു. DC കൊടുക്കുന്ന സമയത്ത് 10 മില്ലിയാമ്പെയർ ആണ് ഞാൻ എടുക്കുന്നത്. 10 മില്ലിയാമ്പെയർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെക്ക് ചെയ്യാം. നമ്മുടെ ഡ്രെയിനാണ് കാണിക്കുന്നത്. ഡ്രെയിനിൽ 3.3 വോൾട്ടേജ് ഓക്കെയാണ്. ഇതിന്റെ സോഴ്സ് ഇവിടെ കാണുന്നത് വോൾട്ടേജ് ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുക, സിസ്റ്റം പവർ ബട്ടൺ പ്രസ് ചെയ്യാൻ പോവാണ്. പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിമീറ്ററിൽ കാണിക്കുന്നത് 3.42 കറക്റ്റ് ആയിട്ട് വോൾട്ടേജ് വരുന്നുണ്ട്. ഇതിൽ ഡിസ്പ്ലേ വന്നിക്കണേ. നമുക്ക് ഗേറ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്യാം. ഇനി ഗേറ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് 9.9 അഥവാ 10 വോൾട്ടേജ് പ്രോപ്പർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ സിസ്റ്റം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ 3.42 ഓക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഗേറ്റിലെ വോൾട്ടേജ് ഓക്കെയാണ്. സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് ആക്ച്വലി ഈ മോസ്ഫെറ്റ് ആണ് കംപ്ലൈന്റ്. കറക്റ്റ് ഓക്കെയാണ്. പക്ഷെ ഇത് റീസൺ എന്നുണ്ടെങ്കിൽ ഇവിടെ 3.3 വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ട്. ഈ 3.3 വോൾട്ടേജ് ഇതിലൂടെ കറങ്ങിയിട്ട് ഇതിൽ ഗേറ്റിൽ ലീക്കേജ് ആ വന്നിരിക്കുന്നത്. ഇവിടെ വരെ വരുന്നുണ്ട്. ഇവിടെ വരുന്നത് 470 K റെസിസ്റ്റർ ഉണ്ടായതുകൊണ്ട് ഇവിടെ തടസ്സപ്പെടുത്തുന്ന സ്പീഡിനെ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 19 വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് കടക്കാനും കഴിയുന്നില്ല. കാരണം ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് ഹൈ സ്പീഡിലാണ് വരുന്നത്. ആ സ്പീഡ് കൊണ്ട് ഇങ്ങോട്ട് ഈ 19 വോൾട്ടേജ് ഇങ്ങോട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിർത്തിയതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ 3.3 വോൾട്ടേജ് വന്നതുകൊണ്ട് ഇത് ഈ മോസ്ഫെറ്റ് എന്ത് ചെയ്യില്ല, പ്രോപ്പർ സ്വിച്ചിങ് നടക്കുന്നില്ല. അപ്പോൾ ഈ മോസ്ഫെറ്റ് റീപ്ലേസ് ചെയ്തു, സക്സസ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന്റെ കംപ്ലൈൻസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് വിത്ത് സർവീസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.